ഇപ്പോൾ സമയം 5:40. ഞാനും എൻ്റെ മകനും കൂടി പഴവങ്ങാടി ഗണപതി അമ്പലത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ പതിവായിട്ട് എല്ലാ ഞായറാഴ്ചയും വരാറുണ്ട് വെളുപ്പിൽ 5:30 മണിക്ക്. അപ്പോൾ ഗണപതി അമ്പലത്തിലേക്ക് ഞങ്ങൾ വണ്ടി വച്ചിട്ട് തൊഴാൻ കയറി. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കാരാളിക്കടുത്തുള്ള മുനീർ ഹോട്ടലിൻ്റെ അവിടെ 6:30 ഞാനും മകനും എത്തിയിട്ട് മുനീർ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ഓരോ ചായ കുടിച്ചു. അപ്പോൾ അവിടെ കുറച്ച് പ്രാവുകൾക്ക് ഒരു ഉഴുന്ന് വടയെടുത്ത് ആ ഹോട്ടലിൻ്റെ ഉടമ പിച്ചിട്ട് കൊടുക്കുന്ന ആ സീനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എൻ്റെ മകനും കൂടെ ഒരു ചായ സ്ഥിരമുള്ളതാണ്. രാവിലെ ഞങ്ങൾ പോയിട്ട് വെളുപ്പാൻ രാവിലെ പോയിട്ട് വരുമ്പോഴത്തേക്ക് ആ കടയിൽ കയറി ഓരോ ചായ കുടിക്കും. അവന് ചിലപ്പോൾ കോഫി ആയിരിക്കും ചോദിക്കുന്നത്, അവനത് വാങ്ങിച്ചു കൊടുക്കും. ഈ ഹോട്ടലിൻ്റെ ബോർഡാണ് കാണുന്നത്. ഇത് അനന്തപുരി ഹോസ്പിറ്റലിൻ്റെ അടുത്താണ്. ഞങ്ങളെന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ ചാക്ക പോകുന്ന വഴിയാണ്. ഈ ചാക്ക പോകുന്ന വഴിയിലാണ് ഞങ്ങൾ പോകുന്നത്. എന്നിട്ട് അവിടെ നിന്ന് തിരിഞ്ഞ് എയർപോർട്ടിലോട്ടൊരു കട്ടിങ് ഉണ്ട്, ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട്. ഞങ്ങൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് കയറി. അവിടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ അതുവഴി, ഇത് അവിടുത്തെ 2 ഗോപുരങ്ങളാണ്, 4 ഗോപുരമുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങിയാണ്. താഴോട്ടിറങ്ങി എൻ്റെ മകനാണ് ക്യാമറയൊക്കെ എടുക്കുന്നത്. ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അവൻ ഫ്രണ്ടിൽ ഇരുന്ന് ക്യാമറ എടുക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ നേരെ എയർപോർട്ടിനകത്ത് കയറി എയർപോർട്ട് ടെർമിനലിൻ്റെ അടുത്തേക്കാണ് ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടെർമിനലിനകത്ത് നേരെ ടെർമിനലിൻ്റെ അടുത്ത് പോയി ഇതാണ് ഇൻ്റർനാഷണൽ ടെർമിനലിൻ്റെ എക്സിറ്റ് അല്ല, ഇവിടെ നിന്നാണ് അറൈവൽ. ഇവിടെ നിന്ന് കയറിയിട്ട് അപ്പുറത്തൂടെ ഇറങ്ങിയാണ് വന്നത്. ഇതുവഴി ഒരു കട്ടിങ് ഉണ്ട്. അപ്പോൾ മറ്റേ അപ്പുറത്തെ സൈഡ് ബ്ലോക്ക് ചെയ്തൊക്കെയാണ്. അപ്പോൾ ഇതുവഴി ഒരു കട്ടിങ്ങിൽ നിന്ന് ഞങ്ങൾ നേരെ ടാക്സി വേയുടെ അടുത്തേക്ക് വന്ന് അവിടെ ഒരു ചെറിയൊരു കോഫി ഹൗസ് ഉണ്ട്. അവിടെയൊന്നും കയറാൻ നിന്നില്ല, ഞങ്ങൾ ചായ കുടിച്ചതേ ഉള്ളൂ ആൾറെഡി. അവിടെ നിന്ന് ഞങ്ങൾ തിരിഞ്ഞ് നേരെ ചാക്ക KSEB റോഡിലോട്ടുള്ള ആ കട്ടിങ്ങാണ് ഞങ്ങളിപ്പോൾ തിരിഞ്ഞത്. KSEB റോഡിലോട്ട് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ടോളുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ഇവിടെ നിന്ന് റൈറ്റ് കയറി പോകുമ്പോഴത്തേക്ക് ഇവിടെ നോക്കി ഒരു ടോളുണ്ട്. അപ്പോൾ ഇരുചക്ര വാഹനത്തിന് ടോൾ വേണ്ട ഇതിനകത്ത് വരാനും പോകാനും. ബാക്കിയുള്ള വണ്ടിക്കെല്ലാം ടോൾ വേണം. ഞങ്ങൾക്ക് ടോൾ എടുക്കേണ്ടതില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആ സൈഡ് വഴി പോകാനായിട്ടൊരു വഴി ഇട്ടിട്ടുണ്ട്. അതുവഴി നേരെ KSEBയുടെ അടുത്ത് പോയി ഇറങ്ങി അവിടെ നിന്ന് ഞങ്ങൾ തിരിഞ്ഞ് നേരെ ചാക്ക പാലത്തിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. പാലം കയറിയില്ല. ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പോകുമ്പോഴത്തേക്കാണ് കരിക്കുക അമ്പലത്തിലോട്ട് പോകുന്ന വഴി. ചാക്കയിൽ നിന്ന് ഈ റോഡാണ്. ഇത് കരിക്കുക അമ്പലത്തിലോട്ട് പോകുന്ന വഴിയാണ്. ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ആറ്റിൻ്റെ കര വഴി ഞങ്ങൾ കരിക്കുക അമ്പലം അതിൻ്റെ അടുത്തെത്തി. NHൻ്റെ തൊട്ടടുത്താണ് ഈ കരിക്കുക അമ്പലം. NH വഴിയും വരാം, നാഷണൽ ഹൈവേ വഴി വന്നാലും വളരെ വേഗം തന്നെ കരിക്കുക അമ്പലത്തിലോട്ട് കയറാനേ ഉള്ളൂ. അവിടെ ഞങ്ങൾ നേരെ തിരിഞ്ഞ് ഇതെല്ലാം കരിക്കുക അമ്പലത്തിൻ്റെ വക വസ്തുക്കളാണ് ഈ മൊത്തം കാണുന്നത്. നേരെ കരിക്കുക അമ്പലത്തിലോട്ട് വന്ന് ഞങ്ങൾ അവിടെ വണ്ടി വെച്ചിട്ട്
ഞാനും മകനും കൂടി നേരെ അമ്പലത്തിലോട്ട് പോയി. അവിടുത്തെ കടകളാണ്. പണ്ട് ഈ കരിക്ക അമ്പലത്തിന് ഇലങ്കം ക്ഷേത്രം എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോഴാണ് പിന്നെ ഇലങ്കം എന്നുള്ള പേരെ ജനങ്ങൾ മറന്നു. ഇപ്പം കരിക്ക അമ്പലം എന്നാണ് പറയുന്നത്. ശരിക്കും ഇലങ്കം ക്ഷേത്രം എന്നാണല്ലോ പണ്ട് പറഞ്ഞിരുന്നത്. ഇപ്പോഴത്തെ ഞങ്ങൾ ഇറങ്ങി. ഇനി വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ചെറിയൊരു വീഡിയോ.